പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ പൂരം കാണാനായിട്ടുള്ള ഞാനും എൻ്റെ ഫാമിലിയും കൂടി പോയി തൃശ്ശൂർ പൂരപ്പറമ്പിലേക്ക് പോയിട്ടുള്ള ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങളാണ് പൂരവും അതിനോടനുബന്ധിച്ചുള്ള പൂരപ്പറമ്പും മറ്റുള്ള കാര്യങ്ങളും അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നല്ല മീഡിയം രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള വീഡിയോകൾ ചെയ്യുന്ന പോലെ, മറ്റുള്ള യൂട്യൂബർ ചെയ്യുന്ന പോലെ ഒന്നല്ല ചെയ്തിട്ടുള്ളത്. നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു സാധാരണ മൊബൈലും വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ മറ്റുള്ള വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും ഇതിൽ കാണാൻ പറ്റില്ല. നമുക്ക് അത്രയും ദുഷ്കരമായ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോട് കൂടിയ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പൂരം കാണാൻ പോയപ്പോൾ എടുത്തിട്ടുള്ളതായിട്ടുള്ള ഒരു വീഡിയോയുടെ ഭാഗമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വേറെ ഒന്നുമില്ല, പൂരം 26/4/2026 പൂരം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 27/4/2026 പൂരം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം, സാധാരണ വെടിക്കെട്ടൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, കുടമാറ്റം, അത് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ പിറ്റേ ദിവസത്തെ പൂരമാണ്. അത് കാണാനായിട്ട് ഞാനും എൻ്റെ ഫാമിലിയും മറ്റുള്ളവരൊക്കെ കൂടിയിട്ട് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ രസകരമായിരുന്നു പൂരപ്പറമ്പ്, അവിടെ ഉണ്ടാവുന്ന ചില പൂരക്കാഴ്ചകൾ, രസകരമായ കരിമ്പ് ജ്യൂസ്, അങ്ങനെ വിവിധ തരത്തിലുള്ള വാള, മല, കമ്മൽ. പക്ഷെ വേറൊരു കാര്യം ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, സുഖമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ സ്ത്രീകളായിട്ട് പോകുമ്പം മറ്റുള്ള തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അത് പോലീസിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവർ പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിക്കും തിരക്കിലൂടെ മറ്റുള്ള ആളുകൾ വന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കും, സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ മദ്യം കഴിച്ചാൽ മറ്റുള്ളതൊക്കെ കഴിച്ചിട്ട് ഉപദ്രവമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ തിരക്കെന്ന് പറയാൻ നല്ല രീതിയിൽ തിരക്കുണ്ട്, എന്നാൽ വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ട് സ്ത്രീകൾക്ക് ഉണ്ടാവാത്ത രീതിയിൽ കാലം മാറി. അതനുസരിച്ചുള്ള നല്ല രീതിയിൽ സുഖപരമായിട്ടാണ് നമുക്കത് പൂരം കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ പൂരപ്പറമ്പിൽ കൂടെ നടന്നു. അപ്പോൾ നടക്കുമ്പോൾ പൂരം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പല പൂരപ്പറമ്പ്, നമ്മൾ തൃശ്ശൂരാണ് താമസിക്കുന്നത്, പക്ഷേ പൂരപ്പറമ്പ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിലാണ് പോലീസിൻ്റെ സുരക്ഷിതമായ കൈകളിലാണല്ലോ പൂരപ്പറമ്പുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തോന്നിയ പോലെ ഒന്നും അതിലൊന്നും കയറാൻ പറ്റില്ല. അതിനത് വടമൊക്കെ വെച്ച് കെട്ടി നല്ല രീതിയിൽ ഭംഗിയായിട്ട് രീതിയിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ അപകടങ്ങളോ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറിയപ്പോൾ നമുക്ക് തോന്നിയ പോലെ കയറാനൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് എത്തിച്ചെന്നപ്പെട്ടത് പൂരം നടക്കുന്ന സ്ഥലത്ത് ആനയുടെ പുറകിലാണ് കേട്ടോ. സാധാരണ ആ പൂരം നടക്കുമ്പോൾ ആനയുടെ മുന്നിലായിക്കണം നമ്മൾ കാണുക. പക്ഷേ ഞങ്ങൾ ചെന്നപ്പെട്ടത് ആനയുടെ പുറകിലായി പോയി. അത് കഴിഞ്ഞ് എന്തായാലും കുഴപ്പമൊന്നുമില്ല, വടക്കുന്നാഥൻ്റെ മുന്നിലാണ് നമ്മൾ ചെന്ന് പെട്ടത്. അവിടെ പോയി കുറേ നേരം നിന്നു. നല്ല ചൂടുണ്ടായിരുന്നു, പക്ഷേ പറയത്തക്ക ചൂടൊന്നും ഉണ്ടായില്ല. പക്ഷേ ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു, പുഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വിയർപ്പിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ നമ്മളവിടെ നിന്ന് നല്ല രീതിയിൽ ആസ്വദിച്ചു. തിരക്കുണ്ടായിരുന്നു, എന്നാലും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഭംഗിയായിട്ട് നമുക്കത് അവിടെ നിന്ന് പൂരം കാണാൻ പറ്റി. സ്ത്രീകളടക്കമുള്ളവരെ കൊണ്ടുപോവുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരക്ക് കൂടി വന്നു. കാരണം നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും പൂരം കാണണം എന്നുള്ളൊരു ദ്വരയുള്ളത് കൊണ്ട് അവരും വരില്ല. അപ്പോൾ നമ്മളെ മറ്റുള്ളവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്നിരുന്നാലും മറ്റുള്ളവരുടെ ശല്യം വളരെ കുറവായിരുന്നു. അച്ചടക്കത്തോടെയുള്ള ഒരു രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ പാറമേക്കാവിൻ്റെ പൂരം കഴിഞ്ഞിട്ട് പാറമേക്കാവ് വടക്കുന്നാഥൻ്റെ മുന്നിലുള്ള ഒരു ആൽമരമുണ്ട്, ഗണപതിയുടെ ഒരു ഗണപതിനെ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അവിടെ പോയിട്ട് തിരിച്ച് ഈ പാറമേക്കാവിൻ്റെ ആന അല്ലെങ്കിൽ പൂരം അവിടെ നിന്ന് അവിടെ പോയിട്ട് തിരിച്ച് വീണ്ടും ഇവിടെ എത്തും. എവിടെ നമ്മുടെ പൂരം നടന്നിരുന്ന വടക്കുന്നാഥൻ്റെ മുന്നിൽ. അപ്പോൾ വടക്കുന്നാഥൻ്റെ മുന്നിൽ അവിടെ ഒരു ആലുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി ഗണപതിനെ വണങ്ങിയിട്ടാണ് അവിടെ പോയി തിരിച്ചിട്ടാണ് ഇവിടേക്ക് വീണ്ടും വന്ന് ഉപചാരം എന്ന് പറഞ്ഞാൽ പാറമേക്കാവിൻ്റെ ആനയും അതേപോലെ തിരുവമ്പാടിയുടെ ആനയും രണ്ടും തുമ്പിക്കൈ കൊടുത്ത് ഉപചാര ചടങ്ങ്. എന്താണെന്ന് വെച്ചാൽ തിരുവമ്പാടിയുടെ ഭഗവതിയും പാറമേക്കാവ് ഭഗവതിയും അടുത്ത കൊല്ലം, ഞാൻ 2027 ഏപ്രിൽ പൂരം കാണാൻ ഏപ്രിൽ 16 വീണ്ടും അടുത്ത പൂരം 2027 ഏപ്രിൽ 16 അപ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ അവിടെ നിന്ന് വന്ന് ചടങ്ങൊക്കെ കഴിഞ്ഞ് ഉപചാരമൊക്കെ ചൊല്ലി പൂരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇവർ തിരിയുന്നൊരു രംഗമാണ് അവിടെ ചിത്രീകരിക്കുന്നത്. അത് ഈ ചടങ്ങിൻ്റെ ഒരു ഭാഗമാണ്. വർഷങ്ങളോളമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ
അവിടെ ആസ്വദിച്ചു. അപ്പോൾ ആ ചടങ്ങിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മളിതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല കാണാം, വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചിത്രീകരിച്ചു. നമ്മൾ മറ്റുള്ള വീഡിയോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ പോലെ നമുക്ക് മുന്നിൽ ചെന്നിട്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായ ഭാഗത്ത് തുമ്പിക്കൈ ഉയർത്തി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപചാരം ചെല്ലുന്ന ഒരു ചടങ്ങാണ് കാണുന്നത്. അത് 3 പ്രാവശ്യം ഉപചാരം ചൊല്ലും. 3 പ്രാവശ്യം അവർ തുമ്പിക്കൈ ഉയർത്തിയിട്ട് ഒരു ചടങ്ങിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. അതിലിപ്പോൾ എന്തൊക്കെയോ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. പലർക്കും പല രീതിയിൽ അതിനെപ്പറ്റി ചിന്തിക്കാം, വ്യാഖ്യാനിക്കാം. പക്ഷെ ഞാൻ പഴയ കാലങ്ങളിൽ ചെയ്തു വരുന്ന ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, അവിടെ നടക്കുന്നതിൻ്റെ ചില കാര്യങ്ങൾ മാത്രമേ എനിക്കറിഞ്ഞുള്ളൂ. മറ്റുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചാൽ നമുക്കറിയില്ല. ഇതിൽ ഈ വടക്കുംനാഥൻ്റെ പൂരത്തിനെ പറ്റി വലിയ വലിയ കഥകളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇതിൽ അടുത്തൊരു പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞു തരാം. അതൊക്കെ വലിയ പഴയ കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു കഥയുടെ ഒരു ഭാഗമാണ് അതൊക്കെ. ശക്തതമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് അവിടെ ഭരിച്ചിരുന്നു. അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പോൾ പൂരത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഈ കൊല്ലത്തെ 2026 പൂരം കണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ പൂരമൊക്കെ കണ്ടു. ഞങ്ങളും പൂരപ്പറമ്പിലുള്ള മിക്ക ആളുകളും അവിടെ നിന്ന് പിരിയേണ്ട സമയമായി കേട്ടോ. അപ്പോൾ ഇനി ഇത്രയുള്ള വീഡിയോ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.